നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പ്രോൺസ് തവ ഫ്രൈ ആണ്. അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുന്നു. അത് എല്ലാവരുടെ ആവശ്യാനുസരണം വേണം ഉപ്പ് അതിലേക്ക് ചേർക്കാൻ. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞതും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്രഷായി കിട്ടുള്ള പ്രോൺസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പ്രോൺസ് നമ്മൾ ആവശ്യാനുസരണം ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന സാധനമാണ് പ്രോൺസ്. നമ്മൾ ആ പ്രോൺസ് എല്ലാം കൂടി ഒന്ന് മിക്സ് നന്നായി ഇളക്കി നല്ല കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മസാല കൂട്ടുകൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയാണ് ചേർക്കേണ്ടത്. കുറച്ച് പുളിവെള്ളം സ്വല്പം മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഇനി കുറച്ച് നേരം മിക്സിങ് ചെയ്ത് അതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയുള്ള കോക്കനട്ടിൻ്റെ ഇത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടും. അതായത് പ്രോൺസിലേക്ക് ചെയ്യുമ്പോൾ നല്ല ഫ്രഷ്നെസ്സായിട്ടും നല്ല സ്വീറ്റായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മസാല കൂട്ടുകൾ പിടിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അതിലേക്ക് ആഡ് ചെയ്ത് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള 2 കറിവേപ്പിലയും മിക്സ് ചെയ്ത് മസാല കൂട്ട് ഒന്നും കൂടി ഫ്രൈക്ക് പറ്റിയ ഒരു പാകം എന്ന രീതിയിൽ നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നതാണ്. ഇനി എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ ആവശ്യാനുസരണമുള്ള മസാലക്കൂട്ടുകൾ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം നമ്മളിനി അതിലേക്ക് പാൻ ഗ്യാസിലേക്ക് വെച്ച് അതിന് ആവശ്യാനുസരണമുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുന്ന നമ്മളതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച മസാല ഫ്രൈ, അതായത് പ്രോൺസ് ഫ്രൈ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം നല്ല മസാലകളാണ് കൂട്ടിയിട്ടുള്ളത്. ഇനി നമ്മളത് ഫ്രൈ പാനിൽ ചൂടാക്കിയിട്ട് നല്ല ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അതിൻ്റെ പാനിൻ്റെ എല്ലാ ഭാഗത്തു കൂടിയും സെറ്റായിട്ട് വേണം ചെയ്യേണ്ടത്. മൊത്തം ഫ്രൈ പാനോട് കൂടി നല്ല ചെറു തീയിൽ വേണം നമ്മളിത് ചൂടാക്കേണ്ടത്. ഒരുപാട് ഓവർ തീ പാടില്ല, ലൈറ്റ് ചൂടിലേ നമ്മളിത് ചെയ്യാവൂ. മസാല കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനും സാധ്യതയുണ്ട്. ഫ്രഷ്നെസ് ആയിട്ടുള്ള നമുക്കിനി ഇത് നമുക്ക് ഫ്രൈ പാൻ കൂടുതലും കൂടി നല്ല തീ കുറച്ച് കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ എല്ലാ സൈഡുകളും വെന്തുണ്ടോയെന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യണം. എന്നാൽ ഇത് നല്ല സോഫ്റ്റായിട്ട് വേണം നമുക്കിത് കിട്ടാനും. പിന്നെ ഇത് നന്നായി ക്രിസ്പി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് ഭയങ്കര അധികമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ്. പിന്നെ കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പ്രോൺസ് കഴിക്കുന്നത് കൂടി തന്നെ ലെമൺ ചിലവർ ആഡ് ചെയ്യാറുണ്ട്. കാരണം അത് കൂടുതലായിട്ടും ഉപയോഗിക്കാതിരിക്കുക. കാരണം ചില ടൈമുകളിൽ ഇൻഫെക്ഷൻ പോലും അത് വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവം കൂടിയാണ്.